ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ഇന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഭാരതത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുമെന്ന്. 29 കള്ളക്കടത്തുകാർക്ക് ശിക്ഷ നൽകി അവരെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, മാഫിയ തലവന്മാരെ ശിക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പണത്തിന്റെ അത്യാർത്തിക്ക് വേണ്ടി യുവാക്കളെ ആസക്തിയുടെ ഇരുണ്ട പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്ന മയക്കുകടത്തുകാർക്കെതിരെ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി വളരെ കൃത്യമായി ഉണ്ടാകുമെന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ എത്രത്തോളം പ്രധാനമാണ് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, 2014 വരെയുള്ള ഭാരതത്തിന്റെ ചരിത്രം ഞാൻ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് പച്ചയായ ചില പരമാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തിന്റെ അതിർത്തിക്കകത്തേക്ക് നിർബാധം കടന്നു വരാവുന്ന ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഇരകളാക്കി നാട്ടപ്പെട്ട ഒരു നാടായിരുന്നു ഭാരതം. ഏതൊരു തരത്തിലുള്ള ഇടപെടലിനും ബാഹ്യശക്തികൾക്ക് അനുമതി ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരുന്നില്ല. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പലപ്പോഴും വഷളായിരുന്നു. നമുക്കറിയാം, അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളുടെ ധനാഗമന മാർഗം എന്ന് പറയുന്നത്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് മയക്കുമരുന്നും ഇടപാടുകളും അതിൽ നിന്ന് കിട്ടുന്ന വർദ്ധിച്ച ലാഭവുമായിരുന്നു. സ്വാഭാവികമായിട്ടും രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ കർശനമായ ചില അച്ചടക്ക നടപടികളിലൂടെ രാജ്യം മുന്നോട്ട് പോയി. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അച്ചടക്കവും ഭീകരവാദത്തിനെതിരായുള്ള സന്ധിയില്ലാത്ത പോരാട്ടവും, അത് കേവലം തൊലിപ്പുറമേയുള്ള ചികിത്സയ്ക്കപ്പുറത്തേക്ക് വസ്തുതകളെ കൃത്യമായി അപഗ്രഥിക്കുകയും അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അടിസ്ഥാന കാരണങ്ങൾക്കെതിരായുള്ള ചികിത്സ മാത്രമേ ശാശ്വതമായി ബലവത്താവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തിനകത്തേക്ക് പ്രത്യേകിച്ച് കടൽ മാർഗവും അതിർത്തി കടന്നും പാക് അതിർത്തികളിലൂടെയും നേപ്പാൾ അതിർത്തിയിലൂടെയും ഒക്കെ വൻ തോതിൽ മയക്കുമരുന്ന് ഭാരതത്തിനകത്തേക്ക് ഒളിച്ചു കടത്തപ്പെടുവാറുണ്ടായിരുന്നു. അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഹബ്ബായിട്ട് പോലും ഭാരതത്തെ മാറ്റപ്പെട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ വളരെ കർശനവും കൃത്യമായുള്ള ഇടപെടലിലൂടെ അതിൽ ഗണ്യമായ കുറവ്, പൂർണ്ണമായി ഇല്ലാതാക്കിയൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ഗണ്യമായ അളവിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടുവരാനും രാജ്യത്തിനെതിരായുള്ള ഇത്തരം ശക്തികളെ നിയന്ത്രിക്കാനും അവരുടെ ധനാഗമന മാർഗം, അവരുടെ ചെയിൻ കട്ട് ചെയ്യാനും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, 0 ടോളറൻസ്. ഇത്തരം അതിക്രമം നടത്തി രാജ്യത്തിന് അതിർത്തിയിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ യുവജനതയെയും വരുന്ന തലമുറയെ നശിപ്പിക്കാനുള്ള പ്രവണതയെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവൺമെന്റ് തയ്യാറല്ല. നോ ടോളറൻസ് ടു ദം. അവരോട് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയിലും ഗവൺമെന്റ് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവർക്കെതിരായുള്ള നടപടികൾ ശക്തമായി റെക്കോർഡ് വേഗത്തിലാണ് പരിശോധനയും എണ്ണത്തിലും വണ്ണത്തിലും അവർക്കെതിരായുള്ള പരിശോധനകൾ, അറസ്റ്റ്, നിയമ നടപടികൾക്ക് വളരെ കൃത്യമായ പദ്ധതികളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോയി. കർശന നടപടികൾ സ്വീകരിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിനെതിരായുള്ള നിരീക്ഷണം ശക്തമാക്കി. നമുക്കറിയാം, കേരളത്തിലെ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ അന്താരാഷ്ട്ര മാഫിയകൾ പിടിമുറുക്കിയപ്പോൾ ഗവൺമെന്റ് അവിടെ ചില ഇടപെടൽ നടത്തിയപ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ കൃത്യമായ ഡാറ്റകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽക്കാരിനോട് അടുത്ത് കിടക്കുന്ന കേരളത്തിലേക്ക് വളരെ എളുപ്പത്തിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരാമെന്നും അതിന്റെ വിനിമയ കേന്ദ്രമായിട്ട് കേരളത്തെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താമെന്നും അതിന് ഇത്തരത്തിലുള്ള ദ്വീപസമൂഹങ്ങൾ ആൾപ്പാർക്കുള്ളവരും ഇല്ലാത്തവയും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ട നീക്കങ്ങൾ ചില ശക്തിയുടെ ഭാഗത്തുണ്ടായത് ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി കണ്ടെത്തി. അതുകൊണ്ട് ഒരിടത്ത് തടയുമ്പോൾ മറ്റൊരു പുതിയ സ്രോതസ്സിലൂടെ കേരളത്തിലെ ഇന്ത്യയിലേക്കകത്ത് ഇത് കള്ളക്കടത്ത് നടത്താനുള്ള സംവിധാനങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് അത്തരം മേഖലകളില് നീക്കങ്ങളും നിരീക്ഷണവും വളരെ കർശനമായി. അതിർത്തി കടന്നുള്ള കടത്ത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ നാർക്കോട്ടിക് ഏജൻസികളുടെ നിലപാടുകൾ ശക്തമാക്കി. അതോടൊപ്പം ഇവരെ കണ്ടെത്താനും അവരെ പിടിച്ചെടുക്കാനും, പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാവികസേനയോട് പോലും വെല്ലുവിളിക്കാവുന്ന വേഗതയും സാങ്കേതിക വിദ്യയും കമ്മ്യൂണിക്കേഷൻ ശൃംഖലയും ഒക്കെ ഉണ്ടായിരുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷെ ഗവൺമെന്റ് അവിടെ ഒക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വാർത്താവിനിമയ സംവിധാനങ്ങൾ, സാങ്കേതിക അറിവുകൾ അതൊക്കെ ഇവർക്ക് കൈമാറിയതിലൂടെ
ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെതിരായുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്താനും സാധിച്ചു. ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കണക്കുകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, കേരളത്തെ ഈ കടന്നു വന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്നത് കൊച്ചിയാണ്. കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വളരെ കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. ലഭ്യമായ 2024 കണക്ക്, ഇതുവരെ ലഭ്യമായ കണക്ക് 1359 കേസുകളാണ് കൊച്ചിയിൽ മാത്രം കേരളത്തില് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1551 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവ് 326.53 കിലോഗ്രാമാണ്. 283.66 ഗ്രാം ഹാഷിഷാണ്. 1.5959 ഏതാണ്ട് 2 കിലോ അടുത്ത് MDMA പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ഭീതിപ്പെടുത്തുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കേരളമായിട്ട് ഉപയോഗിക്കുന്നു. പെൺ സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഈ കാലഘട്ടത്തിൽ ഈ അഡിക്റ്റാക്കി മാറ്റാനും അവരെ പിന്നീട് കേരളമാക്കി മാറ്റാനും catch them at the early age, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ അഡിക്റ്റാക്കി മാറ്റി അവരെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച് പിന്നീട് അവരെ കാരിയർമാരാക്കി മാറ്റുന്നു. സ്കൂൾ കുട്ടികൾക്ക് പോലും രക്ഷയില്ല. ഈ അടുത്ത് നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് മണിക്കൂറുകൾ എടുത്ത് സ്വരം പോലും പുറത്തു കേൾക്കാൻ അനുവദിക്കാതെ ചുറ്റിയ കൊണ്ട് അടിച്ചു കൊന്നത്. ഇന്നലെയാണ് കോഴിക്കോട്ടെ താമരശ്ശേരിയിലുള്ള ഒരു ചെറുപ്പക്കാരനോട് മാഫിയ സംഘങ്ങളെ പോലും വെല്ലുന്ന തരത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. ചാറ്റുകളിൽ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. എവിടെ നിന്നാണ് ഈ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ അവർക്ക് മനുഷ്യത്വം മരവിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. നോക്കൂ, ചില കണക്കുകൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളും വിദ്യാർത്ഥികളുമാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കണക്ക് രേഖപ്പെടുത്തുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്ക് പ്രകാരം NDPS ആക്ട് പ്രകാരം ഈ കൊല്ലം 928, കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെയ്യാൻ പോകുന്ന ഇതില് 928 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 876 നിന്നും 928 കുതിച്ചപ്പോൾ കോപ്റ്റ് ആക്ട് പ്രകാരമുള്ള കേസുകളിലും വർധനമുണ്ടായിരിക്കുന്നു. 9201 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നടപടികളിൽ വിധേയമായത്. അത് കഴിഞ്ഞ കൊല്ലം 8859 നിന്നാണ് 9201 വർദ്ധിച്ചത്. അബ്കാരി നിയമപ്രകാരം 1180 ഉണ്ടായിരുന്നത് 1277 മാറി. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് ബന്ധമുള്ള ആളുകൾ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നതിന്റെ 1% മാത്രമാണ് നടപടികൾക്ക്. അതാണ് നമ്മെ ഭീതിപ്പെടുത്തുന്ന ഘടകം.